ഇസ്രായേലിന്റെ ആകാശ സീമകളെ ശത്രുക്കളുടെ മിസൈലുകളിൽ നിന്നും റോക്കറ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്ന വിശ്വസ്ത കവചമായ അയൺ ഡോം ആദ്യമായി ഒരു വലിയ വെല്ലുവിളി നേരിട്ടിരിക്കുകയാണ്. ഇത് വെറും ഒരു അവകാശവാദമല്ല, മറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതിർത്തി മേഖലയായ ജൽ അൽ അലം സൈനിക താവളത്തിലെ അയൺ ഡോം ബാറ്ററിക്ക് നേരെ ഹിസ്ബുള്ള തൊടുത്തുവിട്ട FPV ഡ്രോൺ വിജയകരമായി ലക്ഷ്യം കണ്ടതോടെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചുള്ള നിർമ്മാണവും അവകാശപ്പെടുന്ന അയൺ ഡോമിനെ വെറും തുച്ഛമായ വിലയുള്ള ഒരു ക്വാഡ്കോപ്റ്റർ ഉപയോഗിച്ച് തകർക്കാൻ കഴിഞ്ഞു എന്നത് ലോകത്തെമ്പാടുമുള്ള സൈനിക വിദഗ്ധരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് എങ്ങനെയാണ് ഇത്ര ചെറിയൊരു ഡ്രോൺ ഈ പ്രതിരോധ സംവിധാനത്തിനടുത്തെത്തിയത് എന്നത് സംബന്ധിച്ച് IDF ഇപ്പോൾ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടന്ന ജൽ അൽ അലം സൈനിക താവളം അതീവ ജാഗ്രത നിലനിൽക്കുന്ന മേഖല കൂടിയാണ്. അവിടെ വിന്യസിച്ചിരുന്ന അയൺ ഡോം ബാറ്ററികൾക്ക് ഇത്തരമൊരു ആക്രമണം തടയാൻ കഴിയാത്തത് ഇസ്രയേലിന്റെ ആകാശ സുരക്ഷയിലെ വലിയൊരു പഴുതായാണ് കാണപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾ കൊണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രതിരോധത്തെ തകർക്കാൻ കഴിയുമെന്ന് ഹിസ്ബുള്ള തെളിയിച്ചിരിക്കുകയാണ്. അയൺ ഡോം സിസ്റ്റം പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിവേഗത്തിൽ വരുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ചു തന്നെ തകർക്കാനാണ്. എന്നാൽ വളരെ താഴ്ന്നു പറക്കുന്നതും വേഗത കുറഞ്ഞതുമായ ചെറിയ ഡ്രോണുകളെ കണ്ടെത്താൻ റഡാറുകൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഈ സാങ്കേതിക പരിമിതിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ മുതലെടുക്കുന്നത്. വലിയ മിസൈലുകളെക്കാൾ അപകടകാരികളായി ഇത്തരം ചെറിയ ഡ്രോണുകൾ മാറുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഈ തിരിച്ചടിയെ തുടർന്ന് ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ അയൺ ഡോം ബാറ്ററികൾക്ക് ചുറ്റും പ്രത്യേകതരം ആന്റി ഡ്രോൺ വലകളും അക്വസ്റ്റിക് സെൻസറുകളും സ്ഥാപിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. ഹൈടെക് സംവിധാനങ്ങളെ സംരക്ഷിക്കാൻ ഇത്തരം പുരാതനമായ രീതികൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായി വിലയിരുത്തപ്പെടുന്നു. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ്. തങ്ങളുടെ പക്കലുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ എത്രത്തോളം കൃത്യതയുള്ളതാണെന്ന് അവർ ഇസ്രായേലിന് കാട്ടിക്കൊടുത്തു. ദിവസേന ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ആകാശ പ്രതിരോധത്തിലെ പഴുതുകൾ കണ്ടെത്താനാണ് ഹിസ്ബുള്ള ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് കേവലം ഒരു ആക്രമണമല്ല, മറിച്ച് ഇസ്രായേലിനെ മാനസികമായി തളർത്താനുള്ള ഒരു നീക്കം കൂടിയാണ്. IDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഡ്രോൺ എങ്ങനെ റഡാറുകളുടെ കണ്ടുപിടിച്ചു എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് അയൺ ഡോമിനെ നിശ്ചലമാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും പുനഃപരിശോധിക്കേണ്ടി വരും. ഈ സുരക്ഷാ വീഴ്ച പുറത്തു വന്നതോടെ ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിലും ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. അയൺ ഡോം തങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് ഈ വാർത്ത വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികളിൽ ശത്രുക്കളുടെ ഡ്രോണുകൾക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയുമെന്നത് ഇസ്രായേൽ സർക്കാരിനെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കുന്നു. ഹിസ്ബുള്ളയുടെ പക്കൽ ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ അയൺ ഡോമിന് നേരെ വിടാൻ അവർക്ക് സാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ആകാശ പ്രതിരോധം പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. അതിർത്തിയിലെ താവളങ്ങളിൽ സൈനികർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയൺ ഡോം ബാറ്ററികൾക്ക് നേരെ മാത്രമല്ല, മറ്റു പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പുതിയ ഭീഷണി നേരിടാൻ വ്യോമസേനയ്ക്ക് പുറമെ കരസേനയും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരുന്നു. ലോകത്തെ മറ്റു രാജ്യങ്ങളും ഈ സംഭവത്തെ വലിയ താൽപര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യ ആധുനിക യുദ്ധങ്ങളിൽ എത്തരത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും നാം കണ്ടതുപോലെ വില കുറഞ്ഞ ഡ്രോണുകൾക്ക് അത്യാധുനിക യുദ്ധക്കോപ്പുകളെ തകർക്കാൻ കഴിയുന്നത് വരുംകാല യുദ്ധങ്ങളുടെ ഗതി മാറ്റിയെഴുതും. ഇസ്രായേലിന്റെ പക്കൽ അയൺ ബീം പോലുള്ള ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷണ ഘട്ടത്തിലാണെങ്കിലും അവ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിട്ടില്ല.
അതുവരെ ഡ്രോണുകളെ നേരിടാൻ പഴയകാല രീതികളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയാണ്. ഹിസ്ബുള്ള ഈ സാഹചര്യം പരമാവധി മുതലെടുത്ത് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയാണ്. നയതന്ത്ര തലത്തിലും ഈ സംഭവം ഇസ്രയേലിന് തിരിച്ചടിയാണ്. തങ്ങളുടെ ആയുധങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് അവകാശപ്പെട്ട് കയറ്റുമതി ചെയ്തിരുന്ന ഇസ്രയേലിന് ഇത്തരം വീഴ്ചകൾ വിപണിയിൽ വലിയ നഷ്ടമുണ്ടാക്കും. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്രസക്തമല്ലെന്ന് തെളിയിക്കേണ്ടത് ഇപ്പോൾ ഇസ്രയേലിന്റെ ആവശ്യമാണ്. ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്ന് പല സൈനിക നിരീക്ഷകരും കരുതുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ രഹസ്യങ്ങളും പഴുതുകളും ഓരോന്നായി അവർ കണ്ടെത്തുകയാണ്. യുദ്ധം മുറുകുന്നതിനനുസരിച്ച് കൂടുതൽ വിനാശകരമായ ഡ്രോണുകൾ അവർ ഉപയോഗിച്ചേക്കാം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഈ പോരാട്ടം ഇപ്പോൾ ആകാശത്ത് നിന്ന് ഡ്രോണുകളുടെ യുദ്ധമായി മാറിയിരിക്കുകയാണ്. ജല്ലൽ അലമിൽ നടന്ന ഈ ഡ്രോൺ ആക്രമണം ഇസ്രയേലിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. സാങ്കേതിക തികവിൽ മാത്രം വിശ്വസിച്ച് പ്രതിരോധം ഒരുക്കാൻ കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഹിസ്ബുള്ള ഉയർത്തുന്ന ഈ പുതിയ വെല്ലുവിളിയെ നേരിടാൻ ഇസ്രയേൽ എത്രത്തോളം സജ്ജമാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ആകാശത്ത് ഉരുക്കുമതിൽ തീർത്തിരുന്ന അയൺ ഡോം ഇപ്പോൾ സ്വന്തം അതിജീവനത്തിനായി പുതിയ കവചങ്ങൾ തിരയുകയാണ്. ലോകം മുഴുവൻ ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തെ ഉറ്റുനോക്കുന്നു.